എന്താ മിസ്റ്റർ ഗണപതി, കുത്തുന്നില്ലേ? എന്നാലും ഇത്ര പ്രായമായിട്ട് പൗഡറൊക്കെ ഇട്ട് ചെറുപ്പക്കാരുടെ കൂടെ. അത് നാടകമാണെന്ന് മനസ്സിലായില്ലേ? അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, ഒരു തിരിച്ചറിവിന്റെ മുഹൂർത്തമാണ്. സം സോർട്ട് ഓഫ് കോംപ്രമൈസ്. അതാ ഞാനും പറയുന്നത്. ആ മോഹിനി 2 പേരെയും പമ്പരം കറക്കിയ പോലെ കറക്കി എടുത്തു എന്തിനാ? ഈ തിരുമൂന്നകൾ കണ്ട മൂദേവി മയങ്ങിപ്പോയതല്ലേ? നമ്മൾ മയങ്ങാനോ? നമ്മളുടെ ഫാമിലി. ഇനി കൂടുതൽ ഉരുളുണ്ട കേട്ടോ. എന്തിനാണ് വെറുതെ വിഴുപ്പലക്കുന്നത്? ഫോർഗെറ്റ് ഇറ്റ്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണ്ടേ. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ല, ഏതാണ് ഈ മോഹിനി എന്നറിയാമോ? ഇയാളുടെ ടൈപ്പിസ്റ്റ് അല്ല, മാനേജർ കേശവന്റെ മകൻ പെരുങ്കള്ളൻ വിക്രമന്റെ കൂട്ടാളി. അങ്ങനെയാവാൻ വഴിയില്ല. കണ്ടോ കണ്ടോ, ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. കൊറേ നേരമായല്ലോ മോഹിനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കടാ, അല്ലേ? അതെ. ഇനി ഏത് നിമിഷവും നമുക്ക് മുങ്ങേണ്ടി വരും. അച്ഛന്റെ പ്ലാനിങ്ങുമായി മുമ്പോട്ട് പോയാൽ നമ്മൾ അകത്താവും. ആട്ടെ, ആ തെണ്ടി പൈമാർക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. ഗുഡ്. നിനക്ക് ഞാൻ പറയുന്നിടത്ത് എവിടെയെങ്കിലും അവരിൽ ഒരാളെ എത്തിക്കാമോ? ആ വന്തന്മാരെ എവിടെ വേണേലും എത്തിക്കാം. എങ്കിൽ നാളെ രാത്രി കൃത്യം 7 മണിക്ക് ബീച്ചിനടുത്തുള്ള പാർക്കിൽ അവരിൽ ഒരാളെ എത്തിക്കുക. ബോംബെയിൽ നിന്നെത്തിയ എന്റെ സുഹൃത്തുക്കൾ അവിടെ മറഞ്ഞിരിക്കും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നമുക്കിപ്പോ പണമാണ് മുഖ്യം. പിന്നൊരു കാര്യം, ഈ വിവരം അച്ഛൻ അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ നമ്മളെ പദ്ധതികളാകെ തകരും. ഒരു കാരണവശാലും ആരും മലയാളം സംസാരിക്കരുത്. നിങ്ങൾ ഹിന്ദിക്കാരാന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. സാർ, ഞങ്ങളെങ്ങനെ പയ്യെ തിരിച്ചറിയും? തിരിച്ചറിയാനൊന്നുമില്ല. ആ പൈമാരല്ലാതെ വേറെ ആരും അവളുടെ അടുത്ത് വരില്ല. നിങ്ങൾ അവന്മാരെ പൊക്കിക്കൊണ്ടിവിടെ വരുന്നു, ആവശ്യമുള്ളത്ര മുദ്രപത്രങ്ങൾ ഒപ്പിടിയിപ്പിക്കുന്നു. ചിലപ്പോൾ അയാൾ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും. കാര്യമാക്കണ്ട. പിന്നെ എങ്ങനെ ഒപ്പിടിയിപ്പിക്കണം എന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറെ ദിവസമായി ടെൻഷനിലായിരുന്നു. മോഹിനി വേണ്ട പോലെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിഷമമൊന്നുമില്ല സർ. ഇല്ലല്ലേ? പിന്നെ എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് വേണ്ട സർ, വൈകിട്ട് ബീച്ചിനടുത്തുള്ള പാർക്ക് വരെ ഒന്ന് വരാമോ? പിന്നെന്താ, എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പൊക്കോളൂ. താങ്ക് യു സർ. അവനൊരു മിനിറ്റ്. എനിക്ക് ആരുടെ ചായ ഉണ്ടെന്നാ പറഞ്ഞത്? മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ ഇടി നീ കണ്ടിട്ടില്ലല്ലേ? ഭഗവാനെ, ഇനിയിപ്പോ എന്ത് കുരിശാണാവോ? കേശവ, ഞാൻ ഒരു കാര്യം മറന്നു. എന്താ സാർ? നമ്മുടെ മോഹിനി ഇന്ന് 6 മണിക്ക് ബീച്ചിൽ കാത്തിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് പോവാൻ പറ്റില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനൊരു എഴുത്ത് തരാം. ആ കുട്ടിക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കണം. ബുദ്ധിമുട്ടാവോ? നിങ്ങൾക്കിടയിലെ ഒരു ഹംസമാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ